തിരുവല്ലം പടപ്പാട് ദേവീക്ഷേത്രത്തിൽ മോഷണം. ശ്രീകോവിൽ അടക്കം കുത്തിത്തുറന്നു. ആടയാഭരണങ്ങളും വിളക്കുകളും കവർന്നു. രാവിലെ മേൽശാന്തി ക്ഷേത്രം തുറക്കാനെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത്. സി കെ അഭിലാൽ വിവരങ്ങൾ നൽകും. അഭിലാൽ, വലിയ മോഷണമാണോ? തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഉടമസ്ഥതയിലുള്ള ക്ഷേത്രത്തിലാണ് മോഷണം ഉണ്ടായിട്ടുള്ളത്. ശ്രീകോവിലും ഓഫീസ് മുറിയും കുത്തിത്തുറന്നു. ഒപ്പം തന്നെ ആൽവിളക്ക്, തൂക്കുവിളക്കുകൾ, ഓട്, പിത്തള പാത്രങ്ങൾ അടക്കം ഏറെക്കുറെ 5 ലക്ഷം രൂപയുടെ സാധനങ്ങൾ കടത്തിക്കൊണ്ടുപോയി എന്നുള്ളതാണ് പ്രാഥമിക നിഗമനം. കാണിക്ക വഞ്ചി എടുക്കാൻ ശ്രമം നടത്തിയെങ്കിലും കൊണ്ടുപോകാൻ സാധിച്ചിട്ടില്ല. ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് വഞ്ചി തുറന്ന് പണം നീക്കിയത്. അതിനാൽ തന്നെ കാര്യമായ ഭാരം ഇല്ല എന്ന് കണക്കാക്കി അത് ഉപേക്ഷിച്ചു പോയി എന്നുള്ളതാണ് കണക്കാക്കപ്പെടുന്നത്. ക്ഷേത്രത്തിൽ CCTV ക്യാമറകൾ സ്ഥാപിച്ചിരുന്നു, പക്ഷേ അത് നിലവിൽ പ്രവർത്തനരഹിതമായിരിക്കുകയാണ്. ഇത്രയും ഏറെക്കുറെ 50 കിലോയോളം വരുന്ന സാധനങ്ങൾ കൊണ്ടുപോകുന്നതിന് വാഹനം ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു നിഗമനമാണ് പോലീസിന് ഉള്ളത്. ഒപ്പം തന്നെ ഒന്നിലധികം പേർ ഈ മോഷണത്തിൽ പങ്കാളികളായിട്ടുണ്ട് എന്നും സംശയിക്കുന്നുണ്ട്. ആ മേഖലയിലെ വ്യാപാര സ്ഥാപനങ്ങൾ, അതോടൊപ്പം തന്നെ വീടുകൾ എന്നിവിടങ്ങളിൽ നിന്നും ലഭ്യമായ CCTV ക്യാമറ ദൃശ്യങ്ങളൊക്കെ തന്നെ പോലീസ് ശേഖരിച്ച് പരിശോധിച്ച് വരികയാണ്. ഇന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ മോഷ്ടാക്കളെ സംബന്ധിച്ച് ഒരു ഏകദേശ ധാരണയിലേക്ക് എത്തിച്ചേരാൻ കഴിയുമെന്നുള്ളതാണ് തിരുവല്ല പോലീസ് വിശദീകരിക്കുന്നത്. ശരി, സി കെ അഭിലാലാണ് വിവരങ്ങൾ നൽകിയത്.